ഞാനിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. എന്ത് പറ്റി? അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാ നേരം? വേണ്ടെന്ന് പറഞ്ഞു. കാശിന് കാശ്, പൊങ്ങച്ചത്തിന് പൊങ്ങച്ചം, മണ്ടത്തരത്തിന് മണ്ടത്തരം, അങ്ങനെ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെയും ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. പട്ടിണി കിടന്നിട്ടുണ്ടോ നീ? അങ്ങനെയൊന്നുമില്ല. തുർക്കുമാൻ സ്ട്രീറ്റിലെ ഫുട്പാത്തിൽ പട്ടിണി കിടക്കുമ്പോ ബോലാറാമിന്റെ കടയിലെ കണ്ണാടി ഭരണിയിലെ റൊട്ടിയിലായിരുന്നു എന്റെ കണ്ണ്. ഒടുക്കം ഒരു ദിവസം ബോലാറാമിന്റെ കണ്ണുവിട്ട റൊട്ടിയും എടുത്ത് ഞാൻ തുർക്കുമാൻ സ്ട്രീറ്റ് കടന്നോടി. നാട്ടുകാര് പിടിച്ച് തെരുവ് നായെ പോലെ തല്ലിച്ചതച്ചപ്പോഴും നെഞ്ചത്തടക്കി പിടിച്ച റൊട്ടി ഞാൻ വിട്ടില്ല. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുമെന്നുള്ള വാശി എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയിട്ടുണ്ട്. ഏതായാലും നാട്ടിൽ ചീത്തപ്പേരായി. ഒരു പടം തുടങ്ങിയിട്ട് പാതി വഴിക്ക് വെച്ച് ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കായിരുന്നു. ആലോചിച്ചോളൂ, പക്ഷെ ആലോചന എന്നോട് പറയണ്ട. അതല്ല, ഈ ചെറുപടിഞ്ഞ കിനാവുകൾക്ക് ഞാൻ തന്നെ ഒരു തിരക്കഥയൊക്കെ എഴുതി സംവിധാനം ഒരു ചുക്കൂലാന്ന് എനിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട്, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഈ ചെറുപടിഞ്ഞ കിനാവ് ഞാൻ തന്നെ അങ്ങ് സംവിധാനം ചെയ്താലോ? ആയിക്കോട്ടെ, വിരോധമില്ല. നേരായിട്ട് പറയണം. പിന്നെ നീ സംവിധാനം ചെയ്യണ്ടെന്ന് പറയാൻ ഞാനാരാ? അല്ല, അതിന്റെ പണം മുടക്ക് സാറ്. പണം നീ നിന്റെ തറവാട്ടിന്റെ അടുത്ത് മുടക്കിയാ മതി. ഒറ്റയ്ക്ക് വഴിവെച്ച് വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ. സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസെടുത്ത പോലീസ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്റെ അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ചാ നുണ. ബോംബ് വീണവനായിപ്പോയി ഞാൻ. അല്ല, ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണേ? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇതിപ്പോ പട്ടാറായിട്ട് പറഞ്ഞതുപോലെ ചക്കിന് വെച്ചത് കൊക്കിനുകൾ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു. പിടിച്ചോ, പ്രിയ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. എനിക്ക് 2 വടയിൽ പോയി പറ്റുമാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ.